വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ടെന്ന് പറഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടൊരു നമുക്ക് വീട്ടിലിരുന്ന് സർവേ അറ്റൻഡ് ചെയ്തിട്ട് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഒരു സൈറ്റാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരുടെയും ഒരു മെയിനായിട്ടുള്ളൊരു കോമൺ പ്രശ്നം എന്ന് പറയുന്നത് സർവേ അറ്റൻഡ് ചെയ്താൽ ക്യാഷ് കിട്ടുമോ, ഇങ്ങനെയുള്ള സൈറ്റിൽ നിന്ന് ക്യാഷ് കിട്ടുമോ എന്നുള്ളതാണ്. പക്ഷേ ഏതൊരു സൈറ്റിലാണെങ്കിലും നമ്മൾ സർവേ അറ്റൻഡ് ചെയ്താൽ ക്യാഷ് കിട്ടും. അപ്പം ഇനി ഞാൻ ഷെയർ ചെയ്ത് തരാൻ പോകുന്നത് 100% പേയ്മെൻറ്റ് കിട്ടുന്ന നല്ല ഒരു സൈറ്റാണ്. പക്ഷെ നമ്മൾ സർവേയിൽ ചെയ്തിരിക്കണം, സക്സസ് ആയിരിക്കണം. നമ്മൾ കൊടുക്കുന്ന ആൻസേഴ്സ് ഒപ്പീനിയൻസ് ജെനുവിനിറ്റി ഇല്ലെങ്കിൽ അവർ ഓൾറെഡി നമ്മൾ ചെയ്യും, റിജക്റ്റ് ചെയ്ത് കളയും. പിന്നെ നമ്മൾ ആദ്യത്തെ 1-2 സർവേ ഒക്കെ അറ്റൻഡ് ചെയ്ത് ഫെയിലായി കഴിഞ്ഞാൽ പിന്നെ സർവേ കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാണ് ഇപ്പം ഞാൻ പറഞ്ഞു തരാൻ പോകുന്ന ഈ സൈറ്റിൽ. അതുകൊണ്ട് തന്നെ ഈ ഒരു സൈറ്റിൽ എപ്പോഴും ഇങ്ങനെ സർവേ കിട്ടണമെന്നില്ല. ചിലപ്പം താമസിച്ചായിരിക്കും കിട്ടുക, ചിലപ്പം നമ്മുടെ നെറ്റ്വർക്കിൻ്റെ പ്രോബ്ലം കൊണ്ട് സർവേ വരാതിരിക്കും. അതൊക്കെ കോമൺ ആയിട്ടുള്ള പ്രോബ്ലംസാണ്. അപ്പം നമ്മൾ സർവേ അറ്റൻഡ് ചെയ്യുമ്പോഴത്തേക്കിനും ജെനുവിനായിട്ട് അറ്റൻഡ് ചെയ്യുക, കൊടുക്കുന്ന ആൻസർ ഓർത്തിരിക്കണം. അതുപോലെ തന്നെ എന്താണോ നമ്മൾ കൊടുക്കുന്നത് അത് തന്നെ ഒരു റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ആ ആൻസർ തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക. എസ് ഓർ നോ ക്വസ്റ്റ്യൻ്റെ ആൻസറിന് എസ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്, സർവേ അറ്റൻഡ് ചെയ്യുമ്പോഴത്തേക്കിനും നിങ്ങൾ ഒരു ജെനുവിൻ പേഴ്സൺ ആണെന്ന് അവർക്ക് തോന്നണം. പിന്നെ ഈ ഒരു സൈറ്റിൻ്റെ പ്രത്യേകത നമുക്ക് എപ്പോഴും സർവേ കിട്ടണമെന്നില്ല. ചിലപ്പം 1 ദിവസം 2 ദിവസമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും സർവേ വരിക. ചിലപ്പോൾ ജോയിൻ ചെയ്ത് ഉടനെ കിട്ടണമെന്നില്ല. ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുക നമ്മുടെ കോമൺ ആയിട്ടുള്ള പ്രൊഫൈലിൻ്റെ ബേസിലൊക്കെ ഉള്ള സർവേ ആയിരിക്കും. അത് കഴിഞ്ഞുള്ള സർവേ ഒക്കെ കിട്ടാനായിട്ട് കുറച്ച് താമസമാവും. പിന്നെ ഇപ്പം നെറ്റിൻ്റെ പ്രോബ്ലം ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ സർവേ അങ്ങനെ പെട്ടെന്ന് അങ്ങനെ കിട്ടാൻ സാധ്യതയില്ല. അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ ഒരു സൈറ്റ് ജെനുവിൻ സൈറ്റാണ്. നിങ്ങൾക്ക് പിന്നെ ഗൂഗിളിലും ട്രസ്റ്റ്പാലിലും ഒക്കെ സെർച്ച് ചെയ്ത് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം ചെയ്താൽ മതി, സൈനപ്പ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിൾ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ ഉണ്ടല്ലോ. അപ്പോൾ ഇത് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാൻ പോകുന്നത് പെയ്ഡ് വ്യൂ പോയിൻ്റ് എന്ന് പറയുന്ന ഒരു സൈറ്റാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഈ ഒരു സൈറ്റ്. കാരണം ഞാൻ ഇതിന് മുന്നത്തെ ഓൺലൈനിലൊക്കെ സെർച്ച് ചെയ്തപ്പോഴത്തേക്കിനും ഞാൻ ഇതിന് മുന്നേ കേട്ടിട്ടുള്ള ഒരു സൈറ്റാണ് പെയ്ഡ് വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത്. ഇതിന് നമുക്ക് സർവേ അറ്റൻഡ് ചെയ്തിട്ട് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. ഇതിൽ നോർമലി നമ്മളെല്ലാ സൈറ്റിലും ചെയ്യുന്ന പോലെ തന്നെ സിമ്പിളാണ് ഇതിൻ്റെ പ്രൊസീജിയറും കാര്യങ്ങളും. നമ്മൾ ചെയ്യുക, സൈനപ്പ് ചെയ്യുക, സർവേ എടുക്കുക. അതിനുശേഷം നമുക്ക് പേയ്മെൻറ്റ് ഏൺ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം നമ്മൾ ഇതൊരു ആപ്ലിക്കേഷനായിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. അതല്ലാതെ സൈറ്റിൽ വേണമെങ്കിൽ വർക്ക് ചെയ്തിട്ട് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ ഒരു സൈറ്റിൽ നിങ്ങൾ ലോഗിൻ ചെയ്യുമ്പോഴത്തേക്കിനും ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണുക. ഇവിടെ അവരുടെ ക്യാഷും ഇവിടെ അവരുടെ ഈ ഒരു വെബ്സൈറ്റിനെ കുറിച്ച് പറ്റിയുള്ള ഡീറ്റെയിൽസാണ് അവർ കൊടുത്തിരിക്കുന്നത്. ഒന്ന് ജോയിൻ ആവും, നമ്മൾ അക്കൗണ്ടിൽ ജോയിൻ ചെയ്യുക. അതിനുശേഷം നമ്മുടെ പ്രൊഫൈലിന് മാച്ചായിട്ടുള്ള സർവേ എടുക്കുക. അതിനുശേഷം നമുക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. നമ്മൾ ഏൺ ചെയ്യുന്ന ക്യാഷ് പേപാൽ വഴിയോ ഗിഫ്റ്റ് കാർഡ് വഴിയോ നമുക്ക് ചെയ്യാൻ പറ്റും, റെഡീം ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ ഇത് വായിച്ച് നോക്കിയാൽ മതി. അതിനകത്ത് അവർ ഈ ഒരു സൈറ്റിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഈ 3 ലൈൻ കൊടുക്കാമെങ്കിൽ സൈനപ്പ് ഓപ്ഷൻ കാണാൻ പറ്റും. നിങ്ങൾക്ക് അങ്ങനെ സൈനപ്പ് ചെയ്യാം. മെയിൽ ID കൊടുത്ത് ടേംസ് ആൻഡ് കണ്ടീഷൻ എഗ്രി ചെയ്തിട്ട് നിങ്ങൾക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അല്ലാതെ നമുക്ക് Gmail ID കൊടുത്തിട്ട് സൈനപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ വന്നിട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് മിനിമം എമൗണ്ട് വിഡ്രോവൽ ചെയ്യാൻ പറ്റുക $15 ആയി കഴിഞ്ഞാലാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് അവർ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഇത് ബാക്കിലേക്ക് പോകുമ്പോഴത്തേക്കിനും റിവാർഡ്സ് റൂൾ എന്ന് പറയുന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഗൂഗിളിൽ നമ്മൾ പെയ്ഡ് റിവ്യൂ പോയിൻ്റ് എന്ന് പറയുന്ന ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ കുറേ ഓപ്ഷൻസ് കാണാൻ പറ്റും. അതിനകത്ത് നിന്ന് നമ്മൾ റിവാർഡ്സ് പെയ്ഡ് റൂൾ എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്, റിവാർഡ്സ് റൂൾസ് എന്നും പറഞ്ഞ് അതെടുക്കാമെങ്കിൽ നമുക്ക് പേയ്മെൻറ്റ് കിട്ടുന്നതിനുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അവർ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കത് വായിച്ച് നോക്കാവുന്നതാണ്. അതെന്ന് പറയുന്നത് ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്. എനിക്കൊന്ന് 10-12 റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. നിങ്ങൾക്കത് വായിച്ച് നോക്കാവുന്നതാണ്. അതിൽ അവർ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് റെഡീം ചെയ്തെടുക്കാൻ പറ്റുന്നത് $15 ആണ്. $15 ആയി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും, റെഡീം ചെയ്തെടുക്കാൻ പറ്റും. അത് പേപാൽ വഴി നമുക്ക് ട്രാൻസ്ഫർ ചെയ്തെടുക്കാൻ പറ്റും.
അത് കുറഞ്ഞത് അവർ 72 മണിക്കൂർ ടൈമാണ് അവർ ചോദിച്ചിരിക്കുന്നത്, ബിസിനസ് ഡേയ്സ്. അതിനുള്ളിൽ നമുക്ക് റെഡീം ചെയ്ത് കിട്ടുമെന്നാണ് അവർ പറയുന്നത്. പിന്നെ എന്താണ്, സെക്കൻഡ് തവണ നമ്മൾ എന്താണ്, ആദ്യം നമ്മൾ $15 വിഡ്രോ ചെയ്ത് കഴിഞ്ഞു. പിന്നെ രണ്ടാമത് വിഡ്രോ ചെയ്യണമെങ്കിൽ $10 ആയി കഴിഞ്ഞാൽ നമുക്ക് വിഡ്രോ ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ ഓരോ ടൈമിൽ നമുക്ക് ഓരോ എമൗണ്ട് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വിഡ്രോവൽ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പം എന്താണ്, മാക്സിമം എന്താണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് 100% പേയ്മെൻറ്റ് കിട്ടുന്ന ഒരു സൈറ്റാണ്. അപ്പം നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്താണ് സെർച്ച് ചെയ്യണമെങ്കിൽ സെർച്ച് ചെയ്ത് ഉറപ്പ് വരുത്തിയിട്ടൊക്കെ എന്ത് ചെയ്താൽ മതി, ജോയിൻ ചെയ്താൽ മതി. നല്ല അടിപൊളി ഒരു സൈറ്റാണ്. സർവേ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, നമ്മുടെ ഒപ്പീനിയൻ ഷെയർ ചെയ്യുക. ഏത് രീതിയിലുള്ള സർവേ വേണമെങ്കിലും അവർ ചോദിക്കാം. ആദ്യമേ ജോയിൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ പ്രൊഫൈൽ ബേസ് ചെയ്തിട്ടുള്ള സർവേ ആയിരിക്കും ചോദിക്കുക. പിന്നീട് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റിനെ പറ്റിയോ പിന്നെന്താണ് ഇപ്പോഴത്തെ എന്താണ് ഗെയിംസ്, ടെലിവിഷൻസ്, അങ്ങനത്തെ ഐറ്റങ്ങളെ പറ്റിയൊക്കെ അവർ ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പം ഏത് ക്വസ്റ്റ്യൻ അവർ ചോദിച്ചാലും, ഏത് മാർക്കറ്റിംഗ് അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചാലും അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ പ്രൊഫൈൽ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അവരുടെ ഇടയ്ക്ക് ചോദിക്കും. ചിലപ്പോൾ നമ്മുടെ ഇൻകം ചോദിക്കാം, പിൻ കോഡ് ചോദിക്കാം, നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കാം. അങ്ങനത്തെ കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അവർ എന്ത് ചെയ്യും, ഈ പ്രൊഫൈലിൻ്റെ ഇടയ്ക്ക് ചോദിക്കും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, ആദ്യമേ എന്ത് ആൻസറാണോ കൊടുത്തത് അത് തന്നെ എന്ത് ചെയ്യുക, റിപ്പീറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ ഡിസ്ക്വാളിഫൈഡ് ആയി പോകും. പിന്നെ സർവേ അങ്ങനെ കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാവും. അപ്പോൾ നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, ശ്രദ്ധിച്ച് തന്നെ ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ, സീ യു.